ആ ഗൗതം, എന്തെല്ലാം മാഷ വീട്ടിലെ കാര്യങ്ങള്? ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പോകും. ഒരു തണൽ മരമാണ് സാർ അവർ വെട്ടിവീഴ്ത്തിയത്. പിന്നെ മാഷ മകൾക്കൊരു ജോലി ശരിയാക്കണം. അവളുടെ വിദ്യാഭ്യാസം കഴിയട്ടെ. ഇതൊരു രാഷ്ട്രീയക്കാരുടെ പാഴ്വാക്കാണോ സാർ? അല്ലടോ, നമുക്കൊന്ന് നോക്കാലോ. എനിക്കൊന്നിലും വിശ്വാസമില്ല. എല്ലാം കുടുംബക്കാർക്കാണല്ലോ വീതിച്ച് നൽകുന്നത്. ആ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, സുഖം തന്നെ. താനെന്താവിടെ ഇവിടെ? കുറെ ആയല്ലോ ഇവിടെ എങ്ങനെ കറങ്ങി നടക്കുന്നത്? ജോലിയൊന്നും ശരിയായില്ലേ? ആ വിട്ട ഏയ് ദത്തൻ, താൻ എങ്ങോട്ടായി പോന്നേ? വാ വാ വാ. സാറിനറിയോ ഇവനെ? അറിയുമോന്നോ? ഇതാരാണെന്നാ തന്റെ വിചാരം? ഇതാണ് ദത്തൻ. ദത്തൻ IPS, DD IPS. കേന്ദ്രത്തിൽ നിന്നും വന്ന ഡൽഹി നോർത്തിലെ കമ്മീഷണർ. നീ പറഞ്ഞ ഫ്രാങ്കോയെ പിടിക്കാൻ. സാർ ഓക്കെ സാർ. എന്നിട്ട് ഞാൻ സാറിനെ കുറെ ഇൻസൾട്ട് ചെയ്തല്ലോ. അത് സാരല്ല, പോട്ടെ. പിന്നെ മിസ്റ്റർ ഗൗതം, എൻ്റെ ഈ രഹസ്യവരവ് ഈ MLA സാറിന് മാത്രമേ അറിയൂ. എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് കേന്ദ്രത്തിലുള്ള പിടിപാട് അത്രയ്ക്കുണ്ട്. രണ്ടുപേരും വേണ്ടതെന്തെല്ലാമെന്ന് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക. എത്രയും പെട്ടെന്ന് എല്ലാം എടുക്കണം, വൈകരുത്. തുടങ്ങട്ടെ. അമർച്ചയിൽ ഇടത്ത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി വലത്ത് വഴിയോട്ട് മാറി നിവർന്ന് ഇടത്ത് വെച്ച് വലതുകൊണ്ട് ചവിട്ടി വലത്ത് വഴിയോട്ട് മാറി നിവർ ഇടത്തെടുത്ത് നോക്കി ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന് നിവർ. ജയൻ, ഗൗതം, ഇവിടെ വരൂ. തുടങ്ങിക്കോളൂ. ജയ, എന്താ ഇത്? ആവർത്തിക്കരുത്. തുടരട്ടെ. വരൂ. നിങ്ങൾ രണ്ടുപേരും എന്റെ പ്രധാന ശിഷ്യന്മാരാണ്. അഭ്യാസങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചവരുമാണ്. പഠിച്ചതൊന്നും തിന്മ ചെയ്യാൻ ഉപയോഗിക്കരുത്. നന്മയുടെ രക്ഷകരായി വേണം നിലനിൽക്കാൻ. ഗുരുവിന്റെ വാക്കുകളാണ്, ഒരിക്കലും മറക്കരുത്. ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പഠിച്ച അഭ്യാസങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന് മനസ്സിലായല്ലോ. ഗൗതം, ഞാൻ നാളെ ബാംഗ്ലൂർക്ക് പോകും. അതെയോ? ഗംഗ, എനിക്കല്പം തിരക്കുണ്ട്. എന്നാ ശരി, നമുക്ക് കാണാം. ഞാൻ പോട്ടെ. ശരി ജയ.
കടകാരൻ്റെ അടുത്തും കഴിച്ചില്ലായി. ഓ നടക്കടാ, മോശം തട്ടെ. അതൊന്നും എടുത്തോളൂ. എത്ര ചേച്ചി? 50. ഇതാ. ഗംഗൻ ഏ? അല്ലേ? മിടുക്കനായ സുഹൃത്ത്. ഒറ്റ കാഴ്ചയിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടും. ഫ്രാങ്കോ. യെസ്, ഐ എം ഫ്രാങ്കോ. എനിക്കറിയാം നിന്നെ. ഈ നാടിന്റെ ചൂടും ചൂരും അറിയുന്നവൻ, രക്തത്തിൽ 120 ഡിഗ്രി സെൽഷ്യസ് ഉള്ളവൻ, ഗൗതമന്റെ ഉറ്റ സുഹൃത്ത്, മരിച്ചുപോയ വിശ്വൻ മാസ്റ്ററുടെ അരുമ ശിഷ്യരിൽ ഒരാൾ, തന്ത്രശാലി, ശത്രുക്കളെ ചിരിച്ചുകൊണ്ട് കൊല്ലുന്നവൻ അല്ലേ ഗംഗൻ? ഗംഗൻ, അതാണ് എന്റെ പേര്. താൻ പറഞ്ഞതെല്ലാം സത്യം തന്നെ. എല്ലാം പഠിച്ചിരിക്കുന്നു എന്നെ പറ്റി. സന്തോഷം. യു ആർ ഗ്രേറ്റ്. ചുവടുകൾ വെക്കുമ്പോൾ പിഴക്കരുത്. താഴെ അഗാധ ഗർത്തമുണ്ടാകും. കാലിടറി വീണാൽ പിന്നെ കരകയറാനാവില്ല. എനിക്കതിന്റെ ആവശ്യമില്ല ഫ്രാങ്കോ. സൂര്യചന്ദ്രന്മാർ വാഴുന്ന ഈ ഭൂമിയിൽ തന്നെപ്പോലുള്ള പിശാചുക്കൾ ജന്മമെടുക്കുന്നത് എന്തിനാണെന്നോ? കേട്ടോ, ഓരോ തലമുറയ്ക്കും തെറ്റിനെ മനസ്സിലാക്കാനുള്ള കാരണത്തിനു വേണ്ടി മാത്രം. പിന്നെ അസ്ത്രമൊടുങ്ങാത്ത ആവനാഴി നിന്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചാൽ, നീ മുമ്പേ പറഞ്ഞ ആ ഗർത്തമുണ്ടല്ലോ, അറ്റമില്ലാത്ത ഗർത്തം, അതിന്റെ ആഴമളക്കുക ഞാനായിരിക്കില്ല. എടോ, താൻ സാറിനോട് പറയുന്നത്? അടങ്ങിയിരിക്കണോ? അടിച്ചിടും ഞാൻ. വേണ്ട, അവന് വിട്ടേക്ക്. കോപം കൊണ്ട് നിന്റെ ശരീരം വിറയ്ക്കുന്നു. ഒളിപ്പോരാളികൾ കുശിരു കൂടും, പക്ഷേ ആ ഉശിരിന് മഞ്ഞുകട്ടയുടെ തണുപ്പായിരിക്കും. അല്ല ഫ്രാങ്കോ, അവസരം കിട്ടുമ്പോൾ മുതലാക്കണം. അല്ലാത്തവൻ വിഡ്ഢിയാകും. കിട്ടിയ അവസരം ഭംഗിയായി വിനിയോഗിക്കും. ഇനിയും വരും ഓരോന്നായി. അപ്പോ പോട്ടെ ഫ്രാങ്കോ. പിന്നെ ഞങ്ങൾ നറുക്കെടുക്കാറുണ്ട്. തന്റെ നറുക്ക് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ വരാം. ഇപ്പൊ ഞാൻ തനിച്ചാ ഉള്ളത്. റിപ്പോർട്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. ആരാ നിങ്ങൾ? ചുമ്മാ മനുഷ്യനെ പഠിപ്പിക്കാം. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്? കൊള്ളാം, നല്ല ഇൻട്രൊഡക്ഷൻ. ഞാൻ ഫ്രാങ്കോ. താനോ? ഞാൻ നിമ്മി ഫ്രം വേൾഡ് ഫോക്കസ്. റിപ്പോർട്ടർ ആണല്ലേ? അതെ. താൻ എന്താണ് ഇവിടെ? വൈ ആർ യു ഹിയർ? ഒരു ഫീച്ചർ തയ്യാറാക്കാൻ വന്നതാ. കേഴുന്ന കേരളം. ബെസ്റ്റ് ടോപ്പിക്, കേഴുന്ന കേരളം. നമ്മുടെ രാജ്യത്ത് പല കടൽ കിഴവന്മാർ വന്ന് കൊള്ളയടി, കൊള്ളിവെപ്പ്, പിടിച്ചുപറി, പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ. അതിലെ ഒരു പ്രധാന കള്ളി ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. അയാളെ പറ്റിയ ഒരു ഫീച്ചർ. നിർത്തടി. നിങ്ങൾ എന്തിനു ചൂടാവുന്നത്? ഞാൻ എന്റെ ജോലിയുടെ ഭാഗമാണ് പറഞ്ഞത്. കള്ളക്കടത്ത് നടത്തിയും കഞ്ചാവ്, കറുപ്പ് തുടങ്ങിയ വിറ്റും ഒരു തലമുറയെ, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന ചില കണ്ണികൾ, അവരാണ് എന്റെ ഇര. അവരെ കുറിച്ചാണ് എന്റെ ഈ ഫീച്ചർ തയ്യാറാവുന്നത്. ഓഹോ, നേരിട്ടാണല്ലേ? അതെ ഫ്രാങ്കോ, തന്റെ കാലടികളെ പിന്തുടർന്നാണ് എന്റെ ഈ വരവ്. എഴുതടി, എഴുതി നിറയ്ക്ക്. ഈ ഫ്രാങ്കോയുടെ ഹിറ്റ് ലിസ്റ്റിൽ പുസ്തകത്താളിൽ ചുവന്ന മഷി കൊണ്ട് ഒരു പേര് കൂടി എഴുതി ചേർക്കും. നിമ്മി. ഇല്ല, അത് വേണ്ടി വരില്ല. കാരണം തന്നെ തേടിയിന്ന് അങ്ങ് ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. താൻ പോലും അറിയാതെ ഒരു നിഴലായി അയാൾ തന്റെ പിന്നാലെയുണ്ട്. സോ ബി കെയർഫുൾ. കിടന്ന് പിടക്കടി. നീ പിടയ്ക്കുന്നത് ഫ്രാങ്കോക്ക് ഒരു ഹര. ഫ്രാങ്കോ, താൻ ഇത്രയും മോശക്കാരനാണോ ഫ്രാങ്കോ? ആരോടോ താൻ? ഐ എം നിമ്മി, റിപ്പോർട്ടറാണ്. കടന്നു പോ. SI സാറേ, ഇത് ഫ്രാങ്കോയാണ്. ഇപ്പൊ ഞാൻ പോകുന്നു. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. പോകാം.
റിപ്പോർട്ടറാണല്ലേ? ഉം, ചാനലോ മാസികയോ? മാസിക. ഉം. എന്താ പ്രത്യേകിച്ച്? അയാൾ തന്നെയാണ് വിഷയം. ആ, സൂക്ഷിക്കണം. ഇവരെല്ലാം ഉന്നതങ്ങളിൽ നല്ല പിടിപാടുള്ളവരാണ്. അറിയാം സർ. ഭയന്നാ പിന്നെ ജീവിക്കാനാവില്ലല്ലോ. ശരി നിമ്മി, കാണാം. മേലിൽ നീ ഒരുത്തനെയും ഉപദ്രവിക്കരുത്. എന്നെ പോലുള്ളവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്, വാണിംഗ്. പിടിച്ചു കിടത്തണവനെ. സ്റ്റാർട്ട് ചെയ്തോ? എപ്പോൾ? ആരാണ് ചെയ്തത്? ആരാണത് ചെയ്തത്? അറിയില്ല സാർ. വേണം തെളിവുകൾ. ആരായാലും ഒന്നിനെയും വെച്ചേക്കില്ല ഈ ഫ്രാങ്കോ. കറുത്ത 2 രൂപങ്ങളാണെന്ന വാർത്തയുണ്ട്. കറുത്ത രൂപങ്ങൾ? അതെ സാർ, ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ആ രൂപങ്ങൾ ഇറങ്ങി കളിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആ രൂപങ്ങളുടെ മറവിൽ അവർ കളിക്കട്ടെ. കരുക്കളിന് നമ്മൾ നോക്കും. ഈ ഫ്രാങ്കോ പൊയ്ക്കോ. ആരാണത്? ഇതുവരെ കേട്ടിട്ടില്ലാത്ത മായാജാലമോ? ബെർലിസ് ഫ്രാങ്കോ പേടിച്ച് പിന്മാറാൻ പാടില്ല. തകർക്കും, ഞാൻ തകർക്കും. വരൂ വരൂ ചോപ്ര, നിന്നെ ഒന്ന് കാണട്ടെ. ഓ സാറോ? സാറ് ഡൽഹിയിൽ നിന്നും കേരളത്തിൽ വന്ന് ചാർജ് എടുത്തോ? അതേടോ, ഇവിടെ നിന്നും തുടങ്ങാന്ന് വിചാരിച്ചു. എന്താണോ തന്റെ പേര്? മുഴുവൻ പേര് കിരൺ ചോപ്ര. കിരൺ അതാണ് ശരിക്കുള്ള പേര്. ചോപ്ര ഡൽഹി ബേസാ സാറേ. പറ, എന്താ ഇവിടെ കാര്യം? എന്താ സാറേ ഇത്? ഇന്ത്യക്കാരനായ എനിക്ക് ഇന്ത്യയിൽ സഞ്ചരിക്കാൻ പാസ്പോർട്ട് വേണോ? അതും മലയാളിയായി എനിക്ക് സ്വന്തം നാട്ടിൽ സഞ്ചരിക്കുന്നതിന്? ഉത്തരം കിട്ടിയില്ല. താൻ എന്തിനാ ഇവിടെ എത്തിയെന്ന്? ഫ്രാങ്കോ വിളിച്ചതാണ്. വൈ? എന്തിന്? നെയ്മലു സാർ. ഹിന്ദി വേണ്ടടോ, ഞങ്ങളൊക്കെ മലയാളീസാ. അറിയില്ല സാറേ. എന്താ സാറന്മാർ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ? എന്റെ പേരിൽ ഒറ്റ കേസ് പോലും ഇല്ലല്ലോ സാർ. ഉണ്ടോ ഡിഡി സാർ? അതാണടോ നീ. ഇവിടെ വല്ലതും ഒപ്പിക്കാനാണ് താൻ ഇവിടെ വന്നതെങ്കിൽ നിനക്കൊരു വിലയിടും, അവസാനത്തെ വില. സാറന്മാരെന്താ എന്നെ ഭയപ്പെടുത്തുകയാണോ? അതേടോ സത്യം. ഞാൻ സബ് ഇൻസ്പെക്ടർ ഗൗതം. ഏതായാലും നീ ഫ്രാങ്കോന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. ഒളിഞ്ഞിരിക്കുകയാണവൻ. അവനോട് പറഞ്ഞേക്ക് അവന്റെ നറക്കു വീണെന്ന്. നറുക്കോ? അദ്ദേഹം കുറിയിലും ചേർന്നോ? ചേർത്തു, മരണക്കുറിയിൽ. നീ അങ്ങ് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടത് മുതൽ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് നിനക്ക് വേണ്ടി. ഓ, എന്തിനാണാവോ?
വഴിയെ മനസ്സിലാകൂ. തന്റെ ബോസിനോട് പറ കുറ്റപത്രം വായിക്കാൻ സമയമുണ്ടാവില്ലെന്ന്. നിങ്ങൾക്കതിന് വലിയ വില നൽകേണ്ടി വരും. ഫ്രാങ്കോ അറിയാതിരിക്കട്ടെ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ചോപ്ര, ഇല്ലേ? ഉവ്വ് സാർ. എന്നാ ഞാൻ അങ്ങോട്ട് പോയാലോ? ഓ, പോകാം. പക്ഷെ മറക്കണ്ട കേട്ടതൊന്നും. ഇതൊരു മുന്നറിയിപ്പാണ്, മരണത്തിന്റെ മുന്നറിയിപ്പ്. ദി ലാസ്റ്റ് വാണിംഗ്. ഫ്രാങ്കോയെ പറ്റി എന്ത് വിവരം കിട്ടിയാലും എന്നെ അറിയിക്കണം. എൻ്റെ മുന്നിൽ മാത്രം അവൻ വന്നിട്ടില്ല. എങ്ങനെ അവൻ ഇത്ര വളർന്നു സർ? എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി അവനെ അവർ വളർത്തി. കൊന്നു തള്ളണം സർ. അവൻ്റെ വലിയ 2 ശക്തികളായിരുന്നു നീലനും എബിയും. രണ്ടുപേരെയും ഇല്ലാതാക്കി, അല്ലേ? അതാരു ചെയ്താലും കുറ്റമാണ്. അവരുടെ പേരിൽ എന്തെങ്കിലും കുറ്റം വേണ്ട സർ? തെളിവും? കുറ്റങ്ങളും തെളിവുകളും എൻ്റെ പക്കലുണ്ട്. എനിക്കവനെ ജീവനോടെ വേണം, അല്ലെങ്കിൽ അവരെയും കൊന്നു തള്ളും അവർ. ഹലോ സർ. ആരാ? നിമ്മി, റിപ്പോർട്ടറാണ് സർ. ഓ, എനിക്കറിയാം സാറിനെ. DDIPS. ഓ, റിപ്പോർട്ടറാണല്ലേ? നിങ്ങളൊക്കെയാണല്ലോ ശരിക്കും നാട് ഭരിക്കുന്നത്. എന്താണ് ഇവിടെ? ഞാനൊരു ഫീച്ചർ തയ്യാറാക്കാൻ വന്നതാ ഫ്രാങ്കോയെ കുറിച്ച്. ഓ, സാറും ഡൽഹിയിൽ നിന്ന് അവനെ തേടി ഇറങ്ങിയതാന്ന് എനിക്കറിയാം. ഇനിയൊരു രക്ഷപ്പെടൽ അത് അവനുണ്ടാവരുത് സർ. നോക്കാം നിമ്മി. ശരി, ഞാൻ നടക്കട്ടെ. എന്താ അരവിന്ദ നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയത്? നിനക്കറിയില്ലേ നമ്മുടെ ആ ചെറുപ്പകാലം? ഈ പുഴയും മീൻപിടുത്തവും എത്ര രസമായിരുന്നു അല്ലേ? അതെല്ലാം നമ്മുടെ ഓർമ്മകൾ മാത്രം. പട്ടേരി, നാട് മാത്രല്ല, മനുഷ്യരും മാറിപ്പോയി. ആരും ആരെയും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ മാഷിനി ഗതി വരുമായിരുന്നു. ഒരുത്തനെ വെറുതെ വിടരുത്. ഇപ്പോ നമ്മുടെ ഗൗതമ ഇവിടെ ഉണ്ടല്ലോ. ഓരോരോ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ആ, ഗൗതം വന്നല്ലോ. എപ്പത്തി രണ്ടുപേരും? കുറച്ച് സമയമായി. ഗൗതം, ആ കേസുകളൊക്കെ എന്തായി? ഗംഗന്റെ വിവരം വല്ലതും? ഒരു തെളിവുമില്ല. മാൻ മിസ്സിംഗ് ആണ്. ശത്രു നമ്മുടെ മുന്നിലുണ്ട്. വല നെയ്യുമ്പോ കരുത്തുള്ളതാവണം. ഒരു പെണ്ണിന് പോലും ഒറ്റയ്ക്ക് നടക്കാനാവുന്നില്ല. പിടിച്ചുപറി, അക്രമം, മദ്യം, കഞ്ചാവ്, സ്കൂൾ അങ്കണങ്ങളിൽ പോലും എത്തിച്ചു കൊടുക്കാൻ ആൾക്കാർ. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഉറക്കൊഴിഞ്ഞ് കാവൽ നിൽക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. എനിക്കിത് പൊറുക്കാൻ കഴിയില്ല. ഗൗതം, ആരാണ് ഇതിന് പിന്നിൽ? ഫ്രാങ്കോ. ഫ്രാങ്കോ അതിർത്തിക്കപ്പുറത്തൊന്നും മയക്കമരുന്ന് കടത്തുന്നവൻ. കേട്ടിട്ടുണ്ട് ഞാൻ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പലർക്കും പേടിയാണ് അവനെ. പട്ടേലിക്ക് പേടിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മരക്കാർ പട്ടേലിയുടെ മകൻ ഇക്ബാൽ പട്ടേലിക്ക് പേടിയോ? എന്ത് ചെയ്യണം പറയേ. ശരിക്കൊരു പ്ലാൻ തയ്യാറാക്കണം. വേണം. അവനും കൂട്ടരും ഇനി ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കില്ല. ഏതായാലും ഞാൻ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ തീർക്കണം. വക്കീലിനെ കണ്ട് നമുക്കൊന്ന് കൂടണം. ഇനി രക്ഷയില്ല. അവന് തുടങ്ങി. കൂട്ടരെ, ഞാൻ പോവുക. എനിക്ക് മനസ്സ് പടേന്. പടച്ചോനെ, ഇതൊന്നും രക്ഷയില്ലല്ലോ. മിണ്ടരുത്, ആരും മിണ്ടരുത്. താഴെ അഗാധങ്ങളിൽ ഒഴുകുന്ന പുഴ പറ്റി വരണ്ടിരിക്കുന്നു. പക്ഷികളും മൃഗങ്ങളും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേഴുന്നു. കാലിൽ ഇരുമ്പ് ചങ്ങല കെട്ടി ആട് മരിച്ച ആട് നീ. നിന്റെ മുതുകിൽ കൊമ്പ് മുളയ്ക്കും, നിനക്ക് വാല് വരും. നീ മൃഗമാകും, ബലിമൃഗം. എന്ത് ചെയ്യുന്ന? എങ്ങനെ ഇത് കണ്ടു നിൽക്കും? മൃഗമാകും, ബലിമൃഗം.
അതിർത്തിയിൽ ശത്രു സൈന്യവുമായി ഏറ്റുമുട്ടൽ സാധാരണമാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവൻ, സംസാരിച്ചു നിൽക്കുന്നവർ, ആരെങ്കിലും ഒരു നിമിഷം കൊണ്ട് അംഗഭംഗം സംഭവിച്ചതായി കണ്ടിട്ടുണ്ട് ഞാൻ. ജീവനില്ലാതെയും. അപ്പോഴൊക്കെ മനസ്സ് മരവിച്ച പോലെയാണ്. എന്നാൽ ഇത് കാണാൻ കഴിയില്ല എന്റെ ഗൗതം. ചോപ്ര, നീ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു ചോപ്ര. അവർ എബിയെയും നീലനെയും മറ്റു പലരെയും കൊന്നൊടുക്കി, ഒരു തെളിവും വെക്കാതെ. അതിനുള്ളൊരു തിരിച്ചടിയാണ് ഞാൻ നൽകിയത് ബോസ്. ഗംഗൻ, അവനിലൂടെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ബോസ്. ആ മാഷെ കൊന്നതിന്റെ പ്രതികാരമാണ്. മാത്രമല്ല, നമ്മുടെ കൂടെ നിന്ന പലരെയും പറ്റി ഒരു വിവരവുമില്ല. അവരെയും കൊന്ന് തള്ളിക്കാണുമോ? അത്രയും കരുത്തോ? ബുദ്ധി ആ സബ് ഇൻസ്പെക്ടറാണ് കളിക്കുന്നത്. അവനെ ഒരിക്കൽ ഞാൻ നേരിട്ടതാണ്. പിന്നെ നീ പറഞ്ഞ DDIPS, അവൻ ഇവിടെയും എത്തിയല്ലേ? അതെ, അവനൊരു തലവേദനയാണ്. അന്ന് ഞാനൊരു മടിയും കൂടാതെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഭയക്കണം ചോപ്ര, നമ്മൾ അവനെ ഭയക്കണം. പിന്നെ ഒരു പത്രപ്രവർത്തകൻ നമ്മുടെ കഥ എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞവൻ ആ കമ്മീഷണറാണല്ലേ? വല്ലാതെ കുഴപ്പമാണെങ്കിൽ മാറണം ബോസ്. നോ, എത്ര കാലം? ഒരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമാണ്. അതിവിടുന്നാണെങ്കിൽ അങ്ങനെ. ഇപ്പോഴിവിടം വിട്ടാൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കണ്ട. ഫ്രാങ്കോയുടെ കണക്ക് ബുക്കിൽ മൈനസ് ഇല്ലല്ലോ. എന്റെ സാരഥിയാണ് നീ. ഏതു മാളത്തിലും പോയി കൊണ്ടും കൊടുത്തും നേടിയെടുക്കുന്നവൻ. അങ്ങനെയുള്ള നീ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം? അതെ ബോസ്, തോറ്റു പിന്മാറുന്നത് മരണതുല്യമാണ്. ജയിച്ചു നേടുന്നവനെ ചരിത്രം പറയാനുണ്ടാവും, അല്ലേ ബോസ്? അതെ, അവസരമുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകും. അത് മുതലാക്കണം. അല്ലാത്തവൻ വിഡ്ഢി. ചോപ്ര, നമ്മൾ വിഡ്ഢികളാവണോ? നോ, വേണ്ട ബോസ്, നോ. ഇനി അവസാനത്തെ അംഗത്തിന് തയ്യാറായിക്കോളൂ. ആരും ഒന്നും അറിയരുത് സാർ. പിന്നെ സാറിന് ഈ നീക്കത്തിൽ ബുദ്ധിമുട്ട് വല്ലതും? എനിക്കോ? എടോ, എനിക്കറിയാം നിങ്ങളാണ് എബിയെയും നീലനെയും കൊന്നു തള്ളിയതെന്ന്. പക്ഷെ ഒന്നോർത്തോ, നിന്റെ മുകളിലുള്ളവർ ഇതൊന്നും അറിയണ്ട. സാർ, അവർക്ക് കിട്ടേണ്ട ശിക്ഷ മരണം തന്നെയാണ്. പക്ഷേ നിയമം അത് നാം കയ്യിലെടുക്കുന്നത് അതിനും വലിയ തെറ്റാണ്. പിടിക്കപ്പെട്ടാൽ ഞാൻ ഏറ്റുവാങ്ങും സാർ. എത്ര കഠിനമായ ശിക്ഷയും എന്റെ നാടിനു വേണ്ടിയല്ലേ. ഗൗതം, മാഷിനെ ഇല്ലാതാക്കിയവൻ, നിന്റെ ഗംഗനെ കൊന്നു തള്ളിയവൻ, നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്നവൻ, അവന്റെ അവസാനം കാണണ്ടേ? രക്ഷപ്പെടരുത് ഗൗതം. ഇല്ല, രക്ഷപ്പെടില്ല. ഒരു തെളിവും ബാക്കി വെക്കാതെ ഇല്ലാതാക്കും ഞാൻ. വേദനിപ്പിച്ചവൻ വേദന അറിയണം. വേണം സാർ. പിന്നെ ആ ചോപ്ര, അവനും തിരിച്ചു പോകരുത്. ചോപ്ര ഫ്രാങ്കോയുടെ ബ്രെയിനാണവൻ. ബ്രെയിൻ. എന്തും പ്രതീക്ഷിക്കാം. ചോര പൊടിയാതെയാണവൻ പ്രവർത്തിക്കുക. നന്ദിയുണ്ട് സാർ എനിക്ക് ഈ വിവരം തന്നതിന്. എന്തായാലും ഞാനൊരു ട്രാപ്പ് വെക്കുന്നുണ്ട്. അതിൽ വീഴാതിരിക്കില്ല. എങ്ങനെ? ദാറ്റ്സ് ക്ലൈമാക്സ് സാർ. എല്ലാം ഞാൻ പറയാം. സാർ എന്റെ കൂടെ ഉണ്ടല്ലോ. ഓ ഷുവർ, കം ഓൺ. ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, അതാണ് തീരുമാനിക്കേണ്ടത്. പറ ഗൗതം, നിന്റെ മനസ്സിലെന്താണ്? ഡൽഹിയിൽ നിന്നും വന്ന ദത്തൻ ഫ്രാങ്കോയ്ക്ക് പിന്നിലുണ്ട്. അയാൾ ഫ്രാങ്കോയെ ജീവനോടെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അയാൾക്ക് നേരെ ഒരു കണ്ണ് വേണം. അതിനുള്ള തന്ത്രം അരവിന്ദ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ദത്തൻ എന്നിൽ എന്തോ ഒരു സംശയമുണ്ട്. ഒന്നിനൊരു സാക്ഷിയോ തെളിവോ ഉണ്ടായിരുന്നു. അഥവാ ഉണ്ടായാൽ തന്നെ അത് നിയമത്തിനുള്ളിലായിരിക്കണം. കറക്റ്റ്. എത്ര
എത്ര കേസുകളാണ് തെളിയിക്കപ്പെടാതെ പോകുന്നത്. ഒന്നുക സാക്ഷി കൂറുമാറും, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരൊക്കെ രക്ഷപ്പെടുത്തും. ശരിയാണ്. കഷ്ടപ്പെട്ട് തെളിവ് സഹിതം കോടതിയിലെത്തിച്ചാൽ എത്ര വലിയ കുറ്റവാളിയെയും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തും. ശരിയാ. എന്നിട്ട് പറയും ഞങ്ങൾക്ക് വക്കാലത്ത് തരുന്ന കക്ഷിയോടാണ് കൂറെന്ന്. കഴിവട്ട പോലീസെന്ന് നാട്ടുകാരും മാധ്യമങ്ങളും കുറ്റപ്പെടുത്തുന്നത് അത് ഞങ്ങളെയും. അതെ, താൻ പറഞ്ഞ എല്ലാം സത്യം തന്നെയാണ്. ഞങ്ങൾ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയാൽ അവരെ രക്ഷിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ. കുറ്റവാളി എന്നും നിരപരാധി എന്നും ഞങ്ങൾ നോക്കാറില്ല. ഇല്ലാത്ത കഥകൾ മെനയും. എതിർകക്ഷിയെ ചോദ്യങ്ങൾ ചോദിച്ച് ചിലപ്പോൾ ഞങ്ങൾ സമ്മർദ്ദത്തിലാവും. വിജയം തന്നെ, അതാണ് ഞങ്ങൾ നോക്കാറ്. അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു 5 പൈസ പോലും വാങ്ങിക്കാതെ ഞാൻ ഈ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം വാക്കുകൊണ്ട് പൊരുതിയിട്ട് ഒരു കാര്യവുമില്ല. വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഒരുത്തനും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഒരു കോടതിക്ക് ഞാൻ വിചാരണ ഞാൻ വിട്ടുകൊടുക്കില്ല. വിട്ടു തരില്ല ഞാൻ. ഗൗതം, പലപ്പോഴും തെറ്റ് ചെയ്തവരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർ നെഞ്ചു വിരിച്ച് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. മറുഭാഗത്ത് അത് കണ്ട് പൊട്ടിക്കറിയുന്നവരെ നിറകണ്ണുകളോടുകൂടി നോക്കി കാണേണ്ടി വന്നവനാണ് ഞാൻ. പട്ടേരി, പറ, എങ്ങനെ തുടങ്ങണം? നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഏതു മാർഗവും സ്വീകരിക്കാം. അതെ, ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ് എല്ലാരും ജനങ്ങളെ പറ്റിക്കുന്നു. മഞ്ഞും മഴയും വെയിലും കൊണ്ട് രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ ഇവിടുത്തെ രാഷ്ട്രീയമൊന്നും അറിയില്ല. ഒരു പട്ടാളക്കാരന്റെ ജീവിതം ആരാണ് അറിയുന്നത്? ഒരു നിമിഷം ഞങ്ങളൊന്ന് കണ്ണു ചിമ്മിയാൽ ഇവിടെ വെന്തെരിയും, ആർത്തനാദങ്ങൾ ഉയരും. ഓരോ യുദ്ധത്തിലും മരിച്ചു വീഴുന്ന സഹോദരങ്ങളെ നോക്കി ഞങ്ങൾ വീണ്ടും വീണ്ടും വാശിയോടും വീറോടും കൂടി പറയുന്നത് എന്തെന്നറിയോ? ജയ് ഹിന്ദ്. അതുകൊണ്ട് ഇതിനുള്ളിലെ ശത്രുക്കളെ ആദ്യം ഇല്ലാതാക്കണം. ഞാനുണ്ടാവും നിങ്ങൾക്കൊപ്പം. ഇക്ബാലാ പറയുന്നത്. മരക്കാർ പട്ടേലിയുടെ മകൻ ഇക്ബാൽ പട്ടേലി. ഇന്ത്യയുടെ രക്തമാണ് ഈ ശരീരത്തിൽ ഒഴുകുന്നത്, ഒരു ഇസ്ലാമിന്റെ രക്തം. ആവശ്യമായ കളവ്, ചതി, വഞ്ചന എല്ലാം വേണ്ടി വരും. നമ്മൾ ഒരുക്കുന്ന കണി നിരപരാധികളെ കൊടുക്കാനല്ലല്ലോ, നിയമത്തെയും ജനങ്ങളെയും ചതിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനല്ലേ. ഇന്ത്യൻ നിയമ പുസ്തകത്തിലെ വാചകങ്ങൾ തൊട്ട് സത്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്, ഒരു അപരാധിയും രക്ഷപ്പെടാനും പാടില്ല. അക്രമങ്ങൾ കൂടുന്നത് ശിക്ഷ കുറയുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ, നമുക്ക് ഒരുങ്ങാം. ചോപ്ര, 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 ചോപ്ര. ചോപ്ര, 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 ചോപ്ര. ഇത് ചതിയാണ്, ചതി. അതെ, അതെ ഫ്രാങ്കോ, ഇത് ചതി തന്നെ. ചതിയന്മാർക്ക് ചതി തന്നെ ഉത്തമം. കണ്ടില്ലേ, കണ്ടില്ലേ ഫ്രാങ്കോ, നിന്റെ വലം കൈ. പിന്നെ ഇതാ ഇവൻ. ഇൻസ്പെക്ടർ, വേണ്ട. എന്റെ സാമ്രാജ്യം തകർക്കാൻ നിനക്കാവില്ല. താനുണ്ടെങ്കിലല്ലേ തനിക്ക് സാമ്രാജ്യമുള്ളൂ. ചോപ്ര, കണ്ണു തുറക്ക്. ചോപ്ര, എത്ര കഷ്ണങ്ങളാക്കിയാലും കൂടിച്ചേർന്ന് ഇവൻ ഉയർന്നു വരും. അതാണ് ചോപ്ര, എന്റെ ചോപ്ര. ചോപ്ര, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. ഭയമാകുന്നു ഫ്രാങ്കോ? ഭയമോ? എനിക്കോ? ഓരോരുത്തരെയായി ഞാനിവിടെ ഇനിയും ഇറക്കും. എനിക്ക് പണി കൂടും. എത്തിരി പോന്ന താൻ ഇനിയും കളിച്ചു. കളിക്ക് ഒരവസാനമുണ്ടാവുമല്ലോ. തീർച്ചയായും അവസാനം തന്നിലൂടെയാണെന്ന് മാത്രം. ഇല്ല, എന്നെ തനിക്കറിയില്ല. തന്നെ അറിയുന്നവൻ എന്റെ കൂടെയുണ്ട്. കണ്ടു കളയാം അല്ലേ ഫ്രാങ്കോ? സർ, DDIPS. അതേടോ,
എന്നെ മറന്നു കാണില്ലല്ലോ. ഒരു വേട്ടനായെ പോലെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നവൻ. ഛേ! ഫ്രാങ്കോ, നീ എന്റെ മാഷ കൊന്നു, ഗംഗനെ കൊന്നു. അങ്ങനെ എത്ര നിരപരാധികൾ. നിയമത്തിന് നിന്നെ വിട്ടുകൊടുത്താൽ അവിടെ നിന്നെ കാത്തിരിക്കുന്നത് സുഖജീവിതമായിരിക്കും. നാട്ടിൽ പിന്നെയും കൂട്ടക്കരച്ചിൽ. നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല. ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു കഥയുണ്ട്, കേൾക്കണം? വേണ്ട, ഇതാണ് കഥയുടെ അവസാനം. കാരയടോ, ഡൽഹിയിലെ തെരുവിൽ വിദ്യാർത്ഥി പരേഡിൽ നീയും കൂട്ടാളികളും ബോംബ് വെച്ച് തകർത്ത കുരുന്നു ജീവനുകൾ പിടഞ്ഞ് പിടഞ്ഞ് റോഡിൽ ചിന്നിച്ചിതറിയപ്പോൾ ഉണ്ടായ വേദന നീ അറിയണം ഫ്രാങ്കോ. ഫ്രാങ്കോ, മനക്കോട്ടകൾ കെട്ടുമ്പോൾ അത് മണൽപ്പുറത്താവരുത്. ഒരു കാറ്റടിച്ചാൽ തകരും. സീറോയിൽ നിന്ന് ആരംഭിച്ചവനാണ് ഈ ഫ്രാങ്കോ. എന്നെ ജീവനോടെ വെച്ചേച്ചു പോയാൽ ഞാൻ തിരിച്ചു വരും. അറിയാം. അതുകൊണ്ട് നിങ്ങൾക്കിനി ഒരു തിരിച്ചുപോക്കില്ല. ഫ്രാങ്കോ, ഇതാണ് നിന്റെ വിധി. ഇല്ല, ഇനി നിനക്ക് രക്ഷയില്ല. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല. എന്നെ ഒന്നും ചെയ്യരുത്. ഇനി നീ ഒരു തെറ്റും ചെയ്യില്ല. പൊറുക്കൂ ഫ്രാങ്കോ. ഐ ആം സോറി. ഇനിയും നിന്നെ വിട്ടയച്ചാൽ ദുരന്തങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി. കൊല്ലവനെ. ഗൗതം എന്താ വൈകുന്നത്? കാണുന്നില്ലല്ലോ. ഇപ്പം വരുമായിരിക്കും. ആ, വന്നല്ലോ. ഗൗതം, മുഖത്ത് നല്ല പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ. വാ വാ. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു അല്ലേ ഗൗതം? നിങ്ങളൊക്കെ പറഞ്ഞു, ഞാനത് ചെയ്തു. മാഷയും ഗംഗനെയും അതുപോലെ നിരവധി പേരെയും ഇല്ലാതാക്കിയ അവനെ മാത്രമോ? അവന്റെ ചിറകുകളെല്ലാം മരിഞ്ഞു വീഴ്ത്തി ഞാൻ. ഞങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ പിന്നിൽ, ആരും അറിയാതെ. അത് ഞാൻ അറിഞ്ഞു. ആ കമ്മീഷണർ ശരിക്കും പാട്ടിലാക്കിയല്ലേ? അയാളെ നല്ല സപ്പോർട്ട് കിട്ടി. നീതിയും നിയമവും കൂടി കളിച്ചു ജയിച്ചു. പക്ഷേ ഇത് പുറത്തറിയരുത്. അന്വേഷണം എന്തായാലും നടക്കും. വക്കാലത്ത് ഇവിടെ എത്തിച്ച സന്തോഷം. പക്ഷേ പട്ടാളത്തിൽ ഒഴിഞ്ഞു മാറാനാവില്ല. ഇല്ല, അതൊരിക്കലും ഇല്ല. ഇനിയെങ്കിലും എല്ലാരും സുഖമായി ഉറങ്ങിക്കോട്ടെ അല്ലേ പട്ടേരി? അത് ശരി അരവിന്ദ്. എന്ത് പറയുന്നു ദാസേട്ടാ? എന്ത് പറയാൻ? ഇനി നിങ്ങൾ വേണം പൊതുപ്രവർത്തനം കൊണ്ട് മാഷിന്റെ കുറവ് നികത്താൻ. നിങ്ങളായിരിക്കണം നമ്മുടെ മാഷിന്റെ പകരക്കാരൻ. തീർച്ചയായും. ചായ മുക്കിയ കീറത്തുണികൾ നമുക്ക് വേണ്ട. ആയുധങ്ങൾ വാക്കുകളായിരിക്കണം. പ്രതികരിക്കേണ്ടത് പ്രതിരോധം തീർത്താവരുത്. ഈ ഭാരതമാതാവിന്റെ നെഞ്ചിൽ നിന്നുകൊണ്ട് നമുക്കുറക്കെ പറയാം. എന്താണ് പറയേണ്ടത് പട്ടേരി? ഗൗതമെന്ന ചങ്കുറ്റം കൂടപ്പുറപ്പാക്കിയ ഏത് പ്രതിസന്ധിയിലും സഹായമാവുന്ന എന്റെ കൂട്ടുകാരനായ പോലീസ് ഓഫീസർ, നിയമത്തെ കീറിമുറിച്ച് വിജയം വരിക്കുന്ന നിയമപാലകനായ അഡ്വക്കേറ്റ് രഘുറാം, പിന്നെ തന്റെ ബുദ്ധികൂർമ്മതയിൽ ആവശ്യ സമയത്ത് ഒരു ഒളിപ്പോരാളിയുടെ വീറും വാശിയിലും കൂടെ നിൽക്കുന്ന അരവിന്ദ്, ആരെയും തന്റെ ഒറ്റവരായി കരുതുകയും അവർക്ക് എന്ത് സഹായവും ചെയ്യുകയും നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ നമ്മുടെ ദാസേട്ടൻ. പിന്നെ നമ്മുടെ ഭാരതത്തെ കാത്തുരക്ഷിക്കുവാൻ കച്ച കെട്ടിയിറങ്ങിയ മരക്കാർ പട്ടേരിയുടെ മകൻ, ഇന്ത്യയുടെ കാവൽക്കാരനായ പട്ടാളക്കാരൻ ഈ ഞാൻ, ഇക്ബാൽ പട്ടേൽ. ഇനി എന്ത് വേണം? ഇതൊരു തുടക്കമാവട്ടെ. അതെ, പുതിയ പ്രഭാതത്തിലേക്കുള്ള പൊൻവെളിച്ചം. എന്നാൽ ഇതാ പട്ടാളക്കാരനും വക്കീലിനും SI ക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് സല്യൂട്ട്.